ഓണം ഇങ്ങ് പടിവാതിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ജനങ്ങളുടെ വയറ്റത്തടിച്ചുകൊണ്ട് ദിനംതോറും അരിക്ക് വില വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും 2 രൂപ മുതൽ 3 രൂപ വരെ ഇപ്പോൾ അരിക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഭക്ഷ്യവകുപ്പിന് എന്താണ് നടപടി സ്വീകരിക്കാൻ കഴിയുക, എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാൻ ഇപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം കേരളത്തിലെ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ചേരുകയാണ്. സർ, അരിക്ക് വില വർദ്ധിക്കുകയാണ്. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി? ഇതിൻ്റെ അകത്ത് ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള വിപണി നിയന്ത്രണം ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റേഷൻ കടകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും അരിയുടെ വിതരണം ഉറപ്പുവരുത്താനും കൂടുതൽ ലഭ്യത ഉറപ്പുവരുത്തുവാനുമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. 1,65,000 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെയും റേഷൻ കടയിലൂടെയും ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നീലക്കാർഡുകൾക്ക് സ്പെഷ്യൽ അരി 3 കിലോ അധികം അരി ഇപ്പോൾ അലൗ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം മുതൽ ആ വിതരണം ആരംഭിക്കും. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെ ഓണക്കാലത്ത് സെപ്റ്റംബർ മാസത്തെ അലോട്ട്മെൻറ്റും കൂടി വാങ്ങാനുള്ള സാഹചര്യം ഉപഭോക്താക്കൾക്കുണ്ടാവും. ഒരു മാസം 8 കിലോ ആണ് സബ്സിഡൈസ്ഡ് അരി കൊടുക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ അരിയും ആവശ്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ വാങ്ങാം. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് OMSS റേറ്റിലുള്ള അരി റേഷൻ കടയിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റ്സിലൂടെയും വിതരണം ചെയ്യുന്നത്. 20 കിലോ അരി ആ ഒരു വിഭാഗത്തിലും സപ്ലൈകോ ഔട്ട്ലെറ്റ്സിൽ ലഭിക്കും, റേഷൻ കടയിലും ലഭിക്കും. മുൻകാലങ്ങളിലൊക്കെ 25 രൂപയ്ക്കൊക്കെ സപ്ലൈകോ വഴി അരി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ലഭിക്കും വില കുറവ്? അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞ OMSS റേറ്റിൽ കൊടുക്കും. അതിൻ്റെ വില നിർണ്ണയിച്ചിട്ടില്ല. അത് 26 അല്ലെങ്കിൽ 27 രൂപയ്ക്കകത്ത് തന്നെ ആയിരിക്കും, അതിനപ്പുറത്തേക്ക് പോവുകയില്ല. എന്തായാലും ആ ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ OMSS അരി 20 കിലോ വരെ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ ഒരു കാർഡ് ഹോൾഡറിന് വാങ്ങാം. പുറമെ ഈ പറയുന്ന 16 കിലോ അരി ഓഗസ്റ്റിലെയും സെപ്റ്റംബറിലെ അരി ആവശ്യമുണ്ടെങ്കിൽ അതും നമുക്ക് ലഭിക്കും. അതായത് 36 കിലോ അരി സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ സബ്സിഡൈസ്ഡ് നിരക്കിൽ ഒരു കൺസ്യൂമറിന് വാങ്ങാനുള്ള സാഹചര്യം ഈ ഓണക്കാലത്ത് ഒരുക്കുകയാണ്. റേഷൻ കടയിലൂടെ ഞാൻ പറഞ്ഞ പോലെ നീലക്കാർഡുകൾക്ക് സ്പെഷ്യൽ അരിയുണ്ട്. ഒപ്പം തന്നെ OMSS അരി അവിടെയും വിതരണത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അരിയുടെ ലഭ്യത കൂടുതൽ ഉറപ്പുവരുത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ജനങ്ങൾക്കൊരാശ്വാസം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കരുതുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉൽപ്പാദനത്തിൻ്റെ കുറവടക്കമുള്ള അനവധി വിഷയങ്ങളാണ് ഇപ്പോൾ വിപണിയിലുണ്ടാവുന്ന വിലവ്യതിയാനത്തിന് കാരണമായിരിക്കുന്നത്. പല സ്റ്റേറ്റുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഇതേ സാഹചര്യങ്ങൾ ആണ് കാണുന്നത്. ഞങ്ങൾ ക്ലോസായി മോണിറ്റർ ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലെയും സ്ഥിതി, നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി ഉൾപ്പെടെ അത് താരതമ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഇഷ്യൂസാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ വിപണിയിൽ കൂടുതൽ അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഫെസ്റ്റിവൽ സീസണിൽ ഓണക്കാലത്ത് ഒരു ആശ്വാസം തന്നെയായിരിക്കും ജനങ്ങളെ സംബന്ധിച്ച്. പിന്നെ AY കാർഡുകൾക്ക് സൗജന്യമായുള്ള ഓണക്കിറ്റിൻ്റെ ലഭ്യതയും ഓഗസ്റ്റ് മാസം തന്നെ ആരംഭം കുറിക്കും. സപ്ലൈകോയുടെ ട്രേഡ് ഫെയറുകൾ 8-ാം തീയതി ആരംഭിക്കും. ഒപ്പം തന്നെ ജില്ലാ ഫെയറുകൾ 13-ാം തീയതി ജില്ലാ ഫെയറുകളും ഒപ്പം തന്നെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഓണത്തോട് അനുബന്ധിച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന നിയോജകമണ്ഡല ഓണഫെയറുകളും ആരംഭിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെള്ളക്കാർഡുകാർക്ക് എത്ര കിലോ ആയിരിക്കും? ഇപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് നിലവിലുള്ള അലോട്ട്മെൻറ്റ് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. നീലക്കാർഡിനാണ് സ്പെഷ്യൽ അരിയായിട്ട് ഇപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളിൽ വെള്ളക്കാർഡുകാർക്ക് ഈ ഓണക്കാലത്ത് ഒരു 10 കിലോയോളം സ്പെഷ്യലായിട്ട് കൊടുക്കുമായിരുന്നു. OMSS റേറ്റിലുള്ള അരി അവർക്കും ലഭ്യമാക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കാർഡ് ഉടമകൾക്കും സപ്ലൈകോയിലും ARDയിലൂടെ ഫെയർ പ്രൈസ് ഷോപ്സ് റേഷൻ കടകളിലൂടെയും ലഭ്യമാക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വിപണിയിലുണ്ടാവുന്ന പ്രതിസന്ധികൾക്ക് ഒരു ആശ്വാസം തന്നെ ജനങ്ങൾക്കുണ്ടാവും. ഇതൊരു പൂഴ്ത്തിവെപ്പ് അടക്കമുള്ള പോകുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ? ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓണക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പരിശോധന ഉദ്ദേശിക്കുന്നുണ്ടോ? അതിൻ്റെ അകത്ത് പ്രത്യേകമായുള്ള സ്ക്വാഡുകൾ രൂപീകരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പ്രത്യേക സ്ക്വാഡുകൾ വിപണിയിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ജില്ലാ സപ്ലൈ ഓഫീസർമാർ അതിനോടനുബന്ധിച്ചുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. പരിശോധനകൾ അവർ ഓൾറെഡി ആരംഭിച്ചു. സ്പെഷ്യൽ സ്ക്വാഡുകൾ കളക്ടർമാരുടെ നേതൃത്വത്തിലുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ഈ പൂഴ്ത്തിവെപ്പ് അങ്ങനെ കരിഞ്ചന്തയോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കർശനമായ നടപടികളെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാഹന കരാറുകാരുടെ സമരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും നടപടി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്? അവർ സമരമായിട്ട് മുന്നോട്ട് പോകുക എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം അവരെയായിട്ട് വിളിച്ചിരുന്നു. നമ്മുടെ ട്രാൻസ്പോർട്ടേഴ്സുമായിട്ടുള്ള ചർച്ച കൂടിയിരുന്നു. അവർ പല ആശങ്കകൾ അവർ പറഞ്ഞു. അവരുടെ പേയ്മെൻറ്റ് വലിയ കാലതാമസമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പേയ്മെൻറ്റ് വലിയ രീതിയിൽ കാലതാമസം, അതാണ് അവരുടെ പ്രശ്നങ്ങൾ. അത് പരിഹരിക്കാമെന്നുള്ളതും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തുക ഓണത്തിന് മുമ്പ് മാക്സിമം എമൗണ്ട് അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്.
അതിനുള്ള പ്രൊസീഡിങ്സ് ഇപ്പോൾ ആരംഭം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം താമസിക്കാതെ അവരുടെ കുടിശ്ശികയുടെ നല്ലൊരു ശതമാനം കൊടുത്തു തീർക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഫെബ്രുവരി വരെയുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുമതലയേറ്റതിന് ശേഷം വളരെ വേഗതയിൽ തന്നെ ഫെബ്രുവരി വരെയുള്ള കൊടുത്തു തീർത്തു. പക്ഷെ അവർ പിന്നെ അവരുടേതായ പ്രയാസമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവർക്കുള്ളാവുന്ന ചിലവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് അവരുടെ എല്ലാ ഭാഗങ്ങളും ഗവൺമെൻറ് നിലയിൽ ഞങ്ങൾ കേട്ടു. അതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയുന്നതിൽ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാക്സിമം എമൗണ്ട് ഓണത്തിന് മുമ്പ് റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഈ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഈ കരാർ എടുത്തിരിക്കുന്ന വാഹനങ്ങളിൽ GPS സംവിധാനം ഉണ്ടാകണമെന്നൊരു നിബന്ധനയുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിൽ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഈ ഒരു നിബന്ധന പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പുതിയൊരു കരാർ ഉണ്ടാക്കുമ്പോൾ ഈ GPS സംവിധാനം ഈ പറയുന്ന വാഹനങ്ങളിൽ ഏർപ്പെടുത്തുമോ? കരിഞ്ചന്തയൊക്കെ തടയ്ക്കാൻ അതൊരു അത്യാവശ്യമായ ഘടകമല്ലേ? അല്ല, നിലവിൽ GPS സിസ്റ്റം ഉണ്ടാവണം. അതിന് പുതിയ കരാർ പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിലുള്ള വാഹനങ്ങളിൽ GPS ഉണ്ടാവണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്ത വാഹനങ്ങൾ മാറ്റണം. അങ്ങനെ മാറ്റി GPS ഉള്ളത് പ്രൊവൈഡ് ചെയ്യണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഓഫീസേഴ്സിനും ഉണ്ട്. അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടാണ്. അതിനിപ്പോൾ പുതിയ കരാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിലവിൽ അതിൻ്റെ നിർബന്ധമായിട്ട് അത് കൊടുക്കണമെന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇരിക്കുന്നൊരു ഭാഗം ഈ നെല്ല് സംഭരണത്തിൻ്റെ ഭാഗമായി പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന നെല്ല് മില്ലിലേക്കുള്ള ആ ഒരു ഭാഗം, അതിൽ GPS സിസ്റ്റം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഇപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് അരിവില വർദ്ധിക്കുന്നതിന് ശക്തമായ നടപടികളുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് ഭക്ഷ്യവകുപ്പിൻ്റെയും ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ അടക്കം ഉള്ള ഒരു പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറയുന്നത്. ക്യാമറാമാൻ ഷിബു ചെടിശ്ശേരിക്കൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.